ഫസ്റ്റ് ലുക്കിൽ റെഗുലർ ടിഷ്യൂ സാരീസ് ആണെന്നുള്ളൊരു ഫീല് വരും. പക്ഷേ അത് ഒന്ന് എടുത്ത് ഡ്രേപ്പ് ചെയ്ത് നോക്കുമ്പോഴാണ് സിൽവറിൻ്റെയും ഗോൾഡിൻ്റെ ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ടിഷ്യൂവിലാണ് ഇന്നത്തെ ഈ ഒരു ലുക്ക് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള കുറച്ച് കളേഴ്സിൻ്റെ അകത്ത് 7099 ടസർ ടിഷ്യൂ ആണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് രണ്ട് ലുക്കാണ്. അപ്പോൾ പോർഷനിൽ ഫുള്ളായിട്ട് സിൽവർ സെറി ബോർഡറും നമുക്ക് സെറി സിൽവർ തന്നെയാണ് വന്നിരിക്കുന്നത്. ആൻഡ് ലോവർ പോർഷനിലോട്ട് പോകുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ സാരിയുടെ ലോവർ പോർഷനിൽ വരുമ്പോഴത്തേക്ക് ആ ഒരു ബോർഡറിൻ്റെ കൂടെ തന്നെ ചേർന്നിട്ട് ഒരു ആൻറ്റി ഗോൾഡ് ഷെയ്ഡിൽ വന്നിട്ടുള്ള ടിഷ്യൂ ആണ് അവിടെ വന്നിരിക്കുന്നത്. ഭയങ്കര സ്റ്റൈലായിട്ട് തന്നെ എടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ ടിഷ്യൂസ് ആക്ച്വലി ഇസ് ക്വൈറ്റ് സ്റ്റൈലിഷ്. നമ്മൾ അതിൻ്റെ റൈറ്റ് ആക്സസറീസും റൈറ്റ് സ്റ്റൈൽ ഓഫ് ബ്ലൗസും ഒക്കെ ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന സാരീസാണ് ടിഷ്യൂസ്. അപ്പോൾ നമുക്കതിൻ്റെ ബ്ലൗസ് വന്നിരിക്കുന്നത് സ്ട്രൈപ്സിലാണ്. അതിനകത്ത് കെസിയ വീവിങ്ങിലാണ് ആ ഒരു സ്ട്രൈപ്സ് കൊണ്ടുവന്നിരിക്കുന്നത്. സെയിം ഇത് തന്നെയാണ് കേട്ടോ അതിനകത്ത് വന്നിരിക്കുന്നത്. യു ഹാവ് ദാറ്റ് ആൻറ്റി ഗോൾഡൻ ഷെയ്ഡ്. ആ ഒരു ടിഷ്യൂവിനകത്ത് ആൻറ്റി ഗോൾഡ് വന്നിരിക്കുന്നത് ലോ പോർഷനിലോട്ട് ബ്ലൗസിനകത്ത് വന്നിട്ടുണ്ട്. സോ ഇത് നമുക്ക് സ്ലീവായിട്ട് വെയർ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു വേരിയേഷനോടുകൂടി അവിടെ തന്നെ പ്ലേസ് ചെയ്യാൻ പറ്റും. സ്ലീവ്ലെസ് ബ്ലൗസസും എനിക്ക് ടിഷ്യൂസിൻ്റെ അത് ഇഷ്ടമാണ്. ഇഫ് യു ആർ എ യങ്ങർ ക്രൗഡ് ഓർ ഇഫ് യു കംഫർട്ടബിൾ വിത്ത് ക്യാരിയിങ് സ്ലീവ്ലെസ് ബ്ലൗസ് നമുക്കത് ഈസി ആയിട്ട് വെയർ ചെയ്യാൻ പറ്റും. സോ ഇതിനകത്ത് നമുക്ക് ഇൻസൈഡ് പോർഷനുമൊക്കെ ഇറ്റ്സ് എന്താ ഔട്ട് നമ്മുടെ റൈറ്റ് സൈഡും റോങ് സൈഡും തമ്മിൽ കാണുമ്പോൾ നമുക്ക് അതിനകത്ത് വേറെ വ്യത്യാസങ്ങളൊന്നും തോന്നില്ല. അത്ര നീറ്റായിട്ട്. അപ്പം ഇഫ് യു നമുക്കൊരു കാഷ്വലായിട്ട് വെയർ ചെയ്ത് നമുക്ക് ഒക്കേഷൻ ഓറിയൻറ്റഡ് ആയിട്ട് യൂസ് ചെയ്യാൻ പെർഫെക്റ്റ് ആണ്. വർക്ക് ആഡ് ചെയ്യണമെങ്കിൽ ചെയ്യാം. ഇല്ല നമുക്ക് കാഷ്വലായിട്ടും യൂസ് ചെയ്യാൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കാഷ്വലിനെക്കാട്ടിലും നമുക്ക് ആ ഒരു കാഷ്വൽ ഡ്രേപ്സ് അല്ലെങ്കിൽ ആ ഒരു ഡബിൾ പ്ലീറ്റ് കൊടുത്തിട്ടുള്ള ലുക്സ് കാഷ്വൽ പ്ലീറ്റ്സ് ഇടാനൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ആ ഒരു റോങ് സൈഡ് കാണുമ്പോഴത്തേക്കും നമുക്ക് അതിനകത്ത് വേറെ വ്യത്യാസമൊന്നും തോന്നത്തുണ്ട്. ഞാൻ കാഷ്വൽ നമ്മൾ പ്ലീറ്റ്സ് എടുക്കുമ്പോൾ എപ്പോഴും ആ ഒരു കാര്യത്തിൽ കെയർഫുൾ ആവാൻ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. ബിക്കോസ് ഐ ഡോണ്ട് ലൈക്ക് ടു ഷോ ദ റോങ് സൈഡ്. അല്ലെങ്കിൽ അത് റോങ് സൈഡ് ആണെന്ന് തോന്നുന്ന രീതിയിൽ വരുന്ന സാരീസിനെ എനിക്ക് അത് കാണിക്കാൻ ഇഷ്ടമല്ല. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ദിസ് ഇസ് എ ഗുഡ് ലുക്ക്. ആൻഡ് ലെറ്റ്സ് സീ ദി കളേഴ്സ്. അപ്പോൾ ഇത് കോഡ് വരുന്നത് PD900 എന്ന കോഡിലാണ് വരുന്നത്. ഫസ്റ്റ് ഫ്യൂ കളേഴ്സ് ഒരു 4 ഷെയ്ഡ്സ്. അപ്പോൾ ദിസ് ഇസ് എ വയലറ്റ് ടോൺ. ആൻഡ് ദെൻ ഈ ഒരു ലുക്കിൽ തന്നെ വന്നിട്ടുള്ള ബാക്കി കളേഴ്സും കൂടി നമുക്കൊന്ന് നോക്കാം. ദിസ് ഇസ് ഗ്രീൻ ആൻഡ് ദിസ് ഇസ് ഹൗ ഇറ്റ് ലുക്സ്. അപ്പോൾ ഇതിൻ്റെ പല്ലുവിൽ ഡീറ്റെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു ഭയങ്കര ക്ലോസ്ലി വോവൺ ആയിട്ടുള്ള സെറി സ്ട്രൈപ്സും ഗീച്ചയുടെ ഒരു സ്ട്രൈപ്പ് ലുക്കാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ദിസ് ഗീച്ച. ഗീച്ചയിൽ നമുക്കതിനകത്ത് ടിഷ്യൂ ചേർന്നിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതാണ് എൻ്റെ ലുക്ക് വരുന്നത്. സൗത്ത് ലുക്സ്. ഞാൻ ജസ്റ്റ് പെട്ടെന്ന് അതിനകത്ത് വേറെ വേരിയേഷൻസ് ഒന്നും വരാത്തത് കൊണ്ട് ഓപ്പൺ ചെയ്ത് ജസ്റ്റ് ഒന്ന് നമുക്ക് കാണാം കേട്ടോ. ദിസ് ഇസ് എ മജന്ത ഷെയ്ഡ്. ആണ് എൻ്റെ ലുക്ക്. തുറന്നു പോയി. എൻ്റെ മജന്ത ഷെയ്ഡ് തിരിഞ്ഞു. അപ്പം പിന്നെ അങ്ങനെ ഒരു ഇതുണ്ട് കേട്ടോ. നമുക്കിപ്പം വേറെ കാണുമ്പോഴത്തേക്ക് വേറെ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ ഇഫ് യു ടച്ച് ഇറ്റ് ആൻഡ് സീ യു കെൻ നോ. പക്ഷെ തിരിച്ച് വേണമെന്നുണ്ടെങ്കിൽ കൊടുക്കുക കേട്ടോ. അപ്പോൾ പോർഷനിൽ ഗോൾഡ് വരുന്ന രീതിയിൽ ഇഫ് യു പ്ലാനിങ് ടു ആക്സസറൈസ് ഇറ്റ് ഇൻ ഗോൾഡ് ദെൻ ആ ഒരു അപ്പർ പോർഷനിൽ ഗോൾഡ് വന്നു കഴിഞ്ഞാൽ നല്ലതായിരിക്കത്തല്ലേ. ആൻഡ് ചിലരുടെ സ്കിൻ ടോണിന് ഗോൾഡ് കുറച്ചുകൂടി ചേരും. അങ്ങനെയുള്ള ഒരു ഫീൽ വരുമ്പോഴത്തേക്കും യു ക്യാൻ ആക്ച്വലി റിവേഴ്സ് ഇറ്റ് ഇൻ വെയർ. സോ ദാറ്റ്സ് നൈസ്. ആൻഡ് ദെൻ വി ഹാവ് ബ്രൗൺ. So this is how it looks. നല്ലൊരു ബ്രൗൺ. ആൻഡ് ബ്രൗണിന് എനിക്ക് ആക്ച്വലി പറഞ്ഞ പോലെ നമ്മൾ കാഷ്വൽ പ്ലീറ്റ് ഇടുമ്പോഴും ഇതേപോലെ ഗോൾഡ് വിൽ കം നിയർ യുവർ ഫേസ്. ആൻഡ് നെക്സ്റ്റ് വരുന്ന കോഡ് 899 ആണ്. സെയിം പ്രൈസ് റേഞ്ച് തന്നെയാണ് വന്നിരിക്കുന്നത്. ഇത് നമുക്ക് ബ്ലൂവിനകത്ത് ആ ഒരു സിൽവർ ചേരുമ്പോഴത്തേക്ക് ഒരു ഗ്രേ ഫീല് വരുന്നുണ്ട് കേട്ടോ ചെറുതായിട്ട്. ഇതാണ് എൻ്റെ ലുക്ക്. And then we have ബ്ലാക്കും ഓഫ് വൈറ്റും റെഡും ആണ് ഇനി വരുന്ന കോമ്പിനേഷൻസ്.
ദിസ് ഇസ് ദി ലുക്ക്. എല്ലാ സാരീസിലും സെയിം ലുക്ക് തന്നെയാണ് വന്നിരിക്കുന്നത്. ടാസൽസ് സെൽഫ് ത്രെഡ്സ് തന്നെ വെച്ചിട്ട് നോട്ടഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് ബ്ലാക്കും ഭയങ്കര രസമാണ്. എനിക്കൊന്ന് ബ്ലാക്ക് എനിക്ക് കൂടുതലായിട്ട് ഇഷ്ടപ്പെടും. പെട്ടെന്ന് കണ്ടു കഴിയുമ്പോൾ ഒരു ഗ്രേ ഫീൽ വരും കേട്ടോ. ഇതേപോലെ തന്നെ ആ ഒരു നെയ്ക്കകത്തും ഇതിനകത്തും ഈ ഒരു ഷെയ്ഡിൻ്റെ അകത്തും ആ ഒരു ഗ്രേ ടിൻറ്റ് പോലെ നമുക്ക് വരുന്നുണ്ട്. ആൻഡ് ദെൻ ലാസ്റ്റ് ഓഫ് വൈറ്റ് സ്ട്രൈപ്പോട് കൂടി തന്നെ വന്നിരിക്കുന്ന ലുക്ക് ആണ് ബ്ലൗസിൽ വരുന്നത്. സെയിം പല്ലു. ഇതിനകത്ത് ബ്ലൗസിൻ്റെ സ്ട്രൈപ്സ് നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്നത് ഇതിനകത്താണ് കേട്ടോ. കെസെ വീവിങ്ങിനകത്ത് വരുന്നത് കൊണ്ട് പിന്നെ ആ ഒരു ഷെയ്ഡ് അതിനകത്ത് വൈറ്റിൻ്റെ അകത്ത് കൂടുതലായിട്ട് എടുത്ത് കാണിക്കുന്നുമുണ്ട്. ദിസ് ഇസ് ദി ലുക്ക്. PD 900 റേഞ്ചിൽ വന്നിരിക്കുന്ന ടിഷ്യൂ ടസേഴ്സ്. നമുക്ക് എല്ലാവർക്കും മൂഗ ടസേഴ്സ് അറിയാമല്ലേ. അപ്പം നമ്മൾ യൂഷ്വലി കാണാറുള്ളത് ടസേഴ്സിൻ്റെ ഒരു സെമി അല്ലെങ്കിൽ ബ്ലെൻഡഡ് ആയിട്ട് വരുന്നതും ആ ടസറിൻ്റെ ലുക്ക് ലൈക്കൊക്കെയാണ്. ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് മൂഗ ടസറിൻ്റെ ഒരു ഫീലിൽ വന്നിട്ടുള്ള അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫിനിഷിങ്ങിൽ വന്നിട്ടുള്ള വെരി ഗുഡ് സാരി. പ്രിൻറ്റഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ആൻഡ് ഇതിൻ്റെ ബോർഡർ പാറ്റേൺ 2 ഡിസൈൻസ് ആണ് കേട്ടോ. അപ്പോൾ ഒന്ന് ബ്രൈറ്റ് ലുക്കും ഒന്നൊരു ഗ്രേ ഷെയ്ഡ്, സട്ടിൽ ന്യൂട്രൽ ടോൺ. അപ്പോൾ 2 ലുക്സാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത്. ഫസ്റ്റ് വൺ ഞാനിപ്പോൾ വെയർ ചെയ്തിരിക്കുന്നത്. സോ വി ക്യാൻ സീ ദി ബോർഡർ പാറ്റേൺ ടെമ്പിൾ ആണ്. അത് ദേശി ടസറിൻ്റെ ഒരു ഷെയ്ഡിങ് പോലെയുള്ള യാൺസ് യൂസ് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. ഉടുക്കാൻ വളരെയധികം മൂഗ പോലെ തന്നെ നമുക്ക് ഉടുക്കാൻ സുഖമുള്ള ഒരു മെറ്റീരിയലും ആണ് കേട്ടോ. നമുക്കിതിങ്ങനെ ഒതുങ്ങിക്കിടക്കും. ഏകദേശം നമുക്ക് വെയ്റ്റും ഒക്കെ അതുപോലെ തന്നെയാണ്. വെരി സിമിലർ. യു കാൺ ആക്ച്വലി സേ ദ ഡിഫറൻസ് എന്നുള്ള ഒരു ഫീലിൽ വന്നിരിക്കുന്ന വെരി സോഫ്റ്റ്. ടസേഴ്സിൻ്റെ അകത്തൊന്നും കുറച്ചും കൂടി ഒരു കുഴഞ്ഞു കിടക്കുന്ന ഫീലാണ് ശരിക്കും മൂഗ ടസേഴ്സിന്. അത് തൊടുമ്പോഴത്തേക്കൊക്കെ നമുക്ക് അറിയാൻ പറ്റും. അത്രയ്ക്കും ഹൈ ആയിട്ടുള്ള ഒരു മെറ്റാലിക് ഷീൻ മൂഗ ടസേഴ്സിന് വരാറില്ല. അപ്പോൾ അതുപോലെയുള്ള ഒരു ഫീലിലാണ് വന്നിരിക്കുന്നത്. ആൻഡ് ഇതിൻ്റെ എൻഡ് വരേക്കും സെയിം പ്രിൻറ്റ് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് വന്നിട്ടുണ്ട്. 5399 റേഞ്ചിൽ വന്നിരിക്കുന്ന സാരിയാണ് മൂഗ ടസർ ഫിനിഷിനകത്ത് പ്രിൻറ്റഡ് ലുക്ക്. അപ്പോൾ ദിസ് ഇസ് ആൻ ഇന്ത്യൻ ഫ്ലോറൽ ഡിസൈൻ. ഇന്ത്യനെക്കാട്ടിലും എനിക്കൊന്ന് പാസി ഡിസൈൻസിലും ഒക്കെ നമ്മൾ ഇങ്ങനത്തെ ഒരു ഫ്ലോറൽ ലുക്ക് കാണാറുണ്ട്. സോ ദിസ് ഇസ് ഗ്രേ ആൻഡ് വി ഹാവ് സട്ടിലായിട്ട് തന്നെ വന്നിരിക്കുന്ന പ്രിൻറ്റഡ് കളേഴ്സുമാണ് അതിനകത്ത് കൊടുത്തേക്കുന്നത്. നെക്സ്റ്റ് ലുക്ക് കുറച്ചും കൂടി ഒരു ബ്രൈറ്റർ ലുക്കിൽ വന്നിരിക്കുന്ന പീച്ച് സാരി. അപ്പോൾ അതിൻ്റെ ഒരു സെയിം ഡീറ്റെയിലിംഗ് ആണ്. പ്രിൻറ്റിൽ വന്നിരിക്കുന്ന വേരിയേഷനാണ് ഇതിനകത്ത് കൊണ്ടുവന്നിരിക്കുന്നത്. ബ്ലൗസ് വന്നിട്ട് പ്ലെയിൻ ആയിട്ട് വന്നിട്ട് ഈ ഒരു ബോർഡർ ഡിസൈനും കൂടെ ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട് കേട്ടോ. ദിസ് ഇസ് ദി ലുക്ക്. അപ്പോൾ ഇതിൻ്റെ പ്രിൻറ്റ് കുറച്ചും കൂടി ഒരു ഫൺ ലുക്കിലൊക്കെ വന്നിട്ടുള്ള പ്രിൻറ്റഡ് ഡിസൈൻസ് ആണ് അതിനകത്ത് വരുന്നത്. ആ ഒരു ഗ്രീൻ സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്ന രീതിയിലും യെല്ലോ ബെൽ ഫ്ലവേഴ്സും ഇറ്റ്സ് പ്രിറ്റി നൈസ്. ആൻഡ് ദെൻ വി ഹാവ് ബട്ടർഫ്ലൈസ്. നല്ല രസമായിട്ടുള്ളൊരു ലുക്കിലാണ് വന്നിരിക്കുന്നത്. സെയിം ഇതാണ്. ഉടുക്കാൻ വളരെയധികം കൺവീനിയൻ്റ് ആണ്. അപ്പോൾ ഡെയിലി ഒക്കെ നമ്മൾ കുറച്ച് എന്താ പറയുക കംഫർട്ടബിൾ ആയിട്ടുള്ള സാരീസ് വെയർ ചെയ്യാൻ നോക്കുന്നവർക്ക് നമുക്ക് ഒരുപാട് വെയിറ്റ് ഒന്നും വേണ്ട. ചിലർക്ക് എനിക്കറിയാം ഇപ്പോൾ പ്രായം ഉള്ളവരാണെങ്കിലും നമുക്ക് അവർ വെയിറ്റ് ഉള്ള സാരീസ് എത്ര ലുക്ക് ഇഷ്ടപ്പെട്ടാലും അവർ പ്രിഫർ ചെയ്യത്തില്ല. കാണാൻ എത്ര ഭംഗിയുണ്ടെന്ന് പറഞ്ഞാൽ വെയിറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഉടുക്കാനൊരു കൺവീനിയൻസ് ഇല്ലെങ്കിൽ പിന്നെ അവർക്കത് എടുക്കാൻ തോന്നില്ല. ഇത് പക്ഷേ നമുക്ക് ഭയങ്കര കൺവീനിയൻ്റ് ആയിട്ട് എടുക്കാൻ പറ്റും. ഇൻസൈഡ് പോർഷനൊക്കെ നീറ്റ്ലി തന്നെ ഫിനിഷ്ഡ് ആണ്. പിന്നെ ചെറിയൊരു വൈറ്റിഷ്നെസ് ആ ഒരു പ്രിൻറ്റിൻ്റെ ഇത് ഡിജിറ്റൽ പ്രിൻറ്റിലാണ് സബ്ലിമേഷൻ പ്രിൻറ്റിലാണ് ചെയ്തേക്കുന്നത്. ആൻഡ് ഇറ്റ്സ് വെരി ഗുഡ്. നല്ല 2 കളർ പാലറ്റിൽ RGB 168ഉം 167 ഇത് പിച്ചാണ്. 5399 റേഞ്ചിലാണ് വന്നിരിക്കുന്നത്. ഈ സാരി ഉടുത്ത് കണ്ടവരൊക്കെ ചോദിച്ചു ഇത് ഹാൻഡ് പെയിൻറ്റഡ് ആണോ, ഇത് ഇവിടെ ചെയ്ത് തരുന്നതാണോ എന്നൊക്കെ ആക്ച്വലി കസ്റ്റമേഴ്സ് ചോദിക്കുകയൊക്കെ ഉണ്ടായിട്ടോ. ആക്ച്വലി ഇത് പെയിൻറ്റഡ് അല്ല, ഇത് വീവ് പാറ്റേണിലാണ് ഈ സാരീസ് ഫുള്ള് വന്നിരിക്കുന്നത്. ആൻഡ് ഇതിൻ്റെ അടുത്ത വെരി എക്സൈറ്റിംഗ് തിങ് ഇസ് ദി ബ്ലൗസ് പീസ്. നമ്മളിതിൻ്റെ ഒരു വേരിയേഷൻ മുന്നേ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ബോഡിയിൽ വന്നിരിക്കുന്ന വീവ് ഡിസൈൻ്റെ അതേ ഒരു ഇതിൽ നമുക്ക് ആ ഒരു ഷെയ്ഡിൽ വന്നിട്ട് നമുക്ക് വി ഹാവ് കോൺട്രാസ്റ്റ് ബ്ലൗസ് ഫോർ ദിസ്. ആൻഡ് അത് സെറി ബനാറസി ഒരു മോട്ടീവ്സിൻ്റെ ഒരു സ്കാറ്റർ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ കൊടുത്തേക്കുന്നതിൻ്റെ അകത്തും ഈ ഒരു ഡാർക്ക് പിങ്ക് ഷെയ്ഡിൻ്റെ അകത്ത് നമുക്ക് ഈ ഒരു പിങ്ക് ഷെയ്ഡ് നമ്മൾ ഇതിൻ്റെ പിക്ചേഴ്സും കൂടി അവൈലബിൾ ആക്കുന്നുണ്ട്. സോ യു ഗെറ്റ് ടു നോ.
നല്ല രസമായിട്ടുള്ള കോമ്പിനേഷനിലാണ് ഇന്നത്തെ ഈ ഒരു ലുക്ക് വന്നിരിക്കുന്നത്. ആൻഡ് ഇതിൻ്റെ പല്ലുവിൽ ഒരു സിഗ്സാഗ് ലൈറ്റ് ഗോൾഡൻ സെറി വീവിങ്, ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള സാരിയാണ് കേട്ടോ. ഉടുക്കാൻ വളരെ കൺവീനിയൻ്റ് ആണ്. പ്യുവർ കോട്ടൺ അല്ല, കോട്ടൺ ബ്ലെൻഡിലാണ് വന്നിരിക്കുന്നത്. പക്ഷെ നമുക്ക് എന്നാൽ കൂടിയും നമുക്ക് ആ ഒരു കംഫർട്ട് ഓഫ് എ കോട്ടൺ എന്നുള്ള ഒരു ലെവലിൽ നമുക്കിതിനകത്ത് കിട്ടുന്നുണ്ട്. സോഫ്റ്റ് ടച്ചാണ്, അതിൻ്റെ ഒരു ഫോളൊക്കെ വളരെ നല്ലതാണ്. അങ്ങനെ ഭയങ്കരമായിട്ട് ക്രഷ്ഡായി പോവുമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കാണാം. 2599 റേഞ്ചിൽ വന്നേക്കുന്ന സാരിയാണ്. ആൻഡ് ഇതിനകത്ത് ബ്ലൗസിന് നമുക്കൊരു ബോർഡർ പാറ്റേണും കൂടിയൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇറ്റ്സ് വെരി പ്രിട്ടി. നമുക്ക് ഓപ്പൺ ചെയ്ത് കാണാം. ഞാൻ എടുത്തേക്കുന്ന ഷെയ്ഡ് കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു യെല്ലോ ടോണാണ് വന്നിരിക്കുന്നത്. ആൻഡ് ദിസ് ഇസ് ഹൗ ഇറ്റ് ലുക്സ്. അപ്പോൾ ഇതിൻ്റെ ബോഡിയിൽ ഫുള്ളായിട്ട് ഒരു പ്ലേസ്മെൻറ്റും ആദ്യമേ നമ്മൾ ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ വന്നിരിക്കുന്നത് ഈ ഒരു വീവ് ഡിസൈൻ പ്ലേസ്മെൻ്റ് ആയിട്ടാണ്. പല്ലുവിൽ കംസ് ഇൻ എൻ എൽ ഷേപ്പ് ആൻഡ് സ്കാറ്റേർഡ് ഫ്ലോറൽസ്. പിന്നെ വരുന്നത് നമുക്ക് ചെസ്റ്റിൽ വരുന്ന രീതിയിലും ചെസ്റ്റ് ഡൗൺ ആയിട്ടും. ഇപ്പോൾ സിംഗിൾ ലെയറിൽ ഇടുമ്പോഴത്തേക്കാണെങ്കിലും 1 ലെയർ ഇടുമ്പോൾ നമുക്ക് പ്ലീറ്റഡ് ആയിട്ടുള്ള ലുക്കിലാണെങ്കിലും നമുക്ക് ആ ഒരു ചെസ്റ്റിൻ്റെ പോർഷനിൽ നമുക്ക് ആ ഒരു ഫ്ലോറൽ ലുക്ക് വീവ് ഡിസൈനിൽ തന്നെ വരുന്നുണ്ട്. ആൻഡ് ഇതിൻ്റെ ഇൻസൈഡ് പോർഷൻ നോക്കിക്കഴിഞ്ഞാൽ അത് അങ്ങനെ ഒരു ഭയങ്കര ലൂസി ഹാൻഡ്സ് ലൂപ്പി ഹാൻഡ്സ് ഒന്നും വരത്തില്ല, കൊണ്ടുവലിയാനുള്ള ചാൻസസ് ഒന്നും ഇല്ല. ഇത്രയ്ക്കുള്ള ഒരു ട്രാൻസ്പെറൻസി അതിനകത്ത് വരുന്നുണ്ട് കേട്ടോ. ആൻഡ് മൾട്ടി ടോണാണ് അതിൻ്റെ ഒരു വീവിങ് ഡിസൈൻ. ബേജ് ഷെയ്ഡ് ആണെങ്കിലും നമ്മൾ അതിൻ്റെ അകത്ത് ക്ലോസറായിട്ട് നോക്കുമ്പോഴത്തേക്ക് മൾട്ടി ടോണിൽ തന്നെ ലൈറ്റ് ഷെയ്ഡ്സ് യൂസ് ചെയ്തിട്ടുള്ള യാൻസിലാണ് അതിൻ്റെ ഒരു വീവിങ് സ്റ്റൈല് വന്നിരിക്കുന്നത്. ആൻഡ് ഇതിനകത്ത് പിന്നെ വരുന്നത് ആ ഒരു പ്ലേസ്മെൻറ്റ് കുറച്ചും കൂടി ആ ഒരു പ്ലീറ്റ്സിൻ്റെ അവിടെയൊക്കെ നമുക്ക് ഒരു സ്കാറ്റർ ആയിട്ടുള്ള ഫ്ലോറൽസും സിംഗിൾ മോട്ടീവ്സ് ആയിട്ടും ഫ്ലോറൽ ബഞ്ചസ് ആയിട്ടും ഒക്കെ ആയിട്ടുള്ള ഒരു ലുക്കിലാണ് വന്നിരിക്കുന്നത്. ആൻഡ് ഇതിൻ്റെ ബ്ലൗസിൻ്റെ ലുക്ക് ഇതാണ്. ഭയങ്കര രസമുള്ള സാരിയാണ് കേട്ടോ. ആൻഡ് ദെൻ വി ഹാവ് ദി നെക്സ്റ്റ് ലുക്ക്. അപ്പോൾ ടാസൽസ് അറ്റാച്ച്ഡ് ആയിട്ടാണ് ഇത് വന്നിരിക്കുന്നത്. സെയിം ഷെയ്ഡിൽ നമുക്ക് വീവ് പാറ്റേൺസ് വന്നിരിക്കുന്ന അതേ ഷെയ്ഡിൽ തന്നെയാണ് അതിൻ്റെ ടാസൽസിനകത്ത് അറ്റാച്ച് ആയിരിക്കുന്നത്. നെക്സ്റ്റ് ഇസ് ഓറഞ്ച് പീച്ച് കോമ്പിനേഷൻ. ഇതാണ് അതിൻ്റെ പറയുമ്പോൾ ഒരു ലുക്ക്. നല്ല രസമായിട്ട് തന്നെയാണ് ഇതും വന്നിരിക്കുന്നത്. ആൻഡ് ദിസ് ഇസ് ദി ബ്ലൗസ് പീസ്. സ്കാറ്റേഡ് ആയിട്ടുള്ള ഫ്ലോറൽ മോട്ടീവ് ആൻഡ് എ ബോർഡർ പാറ്റേൺ. ഓറഞ്ചിൻ്റെയും പീച്ചിൻ്റെയും കോമ്പിനേഷനാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. സെയിം മെറ്റീരിയൽ ബേസിൻ്റെ ആക്ച്വലി അതിൻ്റെ വീവിങ് സ്റ്റൈലും ബാക്കിയെല്ലാം അതുപോലെ തന്നെയാണ് വന്നിരിക്കുന്നത്. പക്ഷേ ഇതിനകത്ത് സെറി മോട്ടീവ്സ് വരുന്നുണ്ട്, കളേർഡ് ആയിട്ടുള്ള ലുക്കിലാണ് വന്നിരിക്കുന്നത്. ആൻഡ് ദെൻ ദ ലാസ്റ്റ് വൺ വി ഹാവ് എ ബ്ലൂ. 2599 റേഞ്ചിലാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതും ഭയങ്കര രസമുള്ള കോമ്പിനേഷനാണ് കേട്ടോ. ദിസ് ഇസ് ദി ലാസ്റ്റ് ലുക്ക്. നല്ല ഡാർക്കായിട്ട് വന്നിരിക്കുന്ന ബ്ലൂ ടോണാണ് ഇതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത്. ഇത് മൾട്ടി കളേർഡ് ആയിട്ടുള്ള യാൻസ് തന്നെയാണ്, പക്ഷേ അത് ഡാർക്ക് ടോണിൽ വന്നേക്കാണ്, അങ്ങനെ ഡൈ ചെയ്തെടുത്തിട്ടുള്ള ഒരു ലുക്ക്. സോ ബ്യൂട്ടിഫുൾ. ഇറ്റ്സ് ഫുള്ളി വോവൺ ആയിട്ട് വന്നേക്കുന്നതാണ്. യു കാണ്ട് ആക്ച്വലി ബിലീവ് ഇൻ വൺ ഗോ. നമുക്കത് പെട്ടെന്ന് ഒരു നോട്ടത്തിൽ നോക്കുമ്പോഴത്തേക്ക് പെയിൻറ്റഡ് ആയിട്ടുള്ള ലുക്കാണ്. അത്രയും ഡീറ്റെയിൽഡ് ആയിട്ടാണ് അതിൻ്റെ ഒരു വന്നേക്കുന്നത്. സോ ഇറ്റ്സ് വെരി പ്രിട്ടി. അപ്പോൾ എല്ലാത്തിൻ്റെ അകത്തും ഈ ഒരു ഡാർക്ക് ആൻഡ് ലൈറ്റ് ഫ്ലോറൽസ് വരുന്നുണ്ട്. ഗ്രീൻ ലീഫ് വിത്ത് പാറ്റേൺസ് ആൻഡ് സെറി ഡോട്ട്സ് ഇതിൻ്റെ അകത്ത് ഫ്ലോറൽസിൻ്റെ പിപ്പിനെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട്. സോ ചെക്ക് ഇറ്റ് ഔട്ട്. BLD 238 എന്ന കോഡിൽ 2599 റേഞ്ചിലാണ് വന്നിരിക്കുന്നത്.